ബാക്കിയുള്ള ക്ലോത്ത് തികയാത്തത് കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലീവിനായിട്ട്. കാരണം നമ്മൾ ലൈനിങ്ങിന് 1 മീറ്റർ എടുത്തിട്ടുള്ളൂ. നമുക്കൊരു അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്ലീവ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സാരിയിൽ നിന്നുള്ള വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അതിന് ഒട്ട് കിട്ടുകയും ചെയ്യുമേ. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിനാണ് ക്ലോത്ത് തികയാത്തത്, അതുകൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോത്തിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്തിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുത്ത് 12 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 13 ഇഞ്ച് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ അളന്ന് നോക്കുകയാണ്. നമുക്കിപ്പോൾ 8.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു നമ്മൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അതിനുശേഷം ഒരു 3.5 ഇഞ്ച് നമ്മൾ ഡൗൺവേർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ 8.5 ഇഞ്ച് നമ്മളിപ്പോൾ അളന്നിരിക്കുന്ന 8.5 ഇഞ്ച് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പോയിൻറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ചെരിച്ച് മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെയും സെൻറ്റർ നമ്മളിനിയും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ പോയിൻ്റ് നമ്മൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക്, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓവൽ ഷേപ്പിൽ ഇങ്ങനെയൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലൂടെ വന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ. ഒട്ടും ചുളുക്കമൊന്നുമില്ലാതെ നമുക്കിത് കിട്ടുകയും ചെയ്യുവേ. ഈ ഓപ്പൺ എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. തീർച്ചയായിട്ടും കമൻറ്റ് ഇടുകയും സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ ഫുള്ളായിട്ട് കാണുകയും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ ലൈനിങ്ങോട് അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയിലേ കാണിക്കുന്നുള്ളൂ.